ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ ഇത്തിരി സ്പീഡിലാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, വീഡിയോന് ഇത്തിരി ലെങ്ത് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് ഞാനും വിചാരിച്ചു. എന്നാൽ പിന്നെ നമുക്കങ്ങ് തുടങ്ങാം. പിന്നെ ഞാൻ പറയുന്നത് ഒരു വഴിക്കും വീഡിയോ വേറൊരു വഴിക്കും ആയിരിക്കും. അപ്പോൾ അത് കാര്യമാക്കണ്ട. എന്നാൽ നമുക്ക് അങ്ങ് തുടങ്ങാം. ആദ്യം തന്നെ കുറച്ച് ലൈൻസ് അങ്ങ് വരച്ചു കേട്ടോ. പെൻസിൽ കൊണ്ട് ആദ്യം വരച്ചിരുന്നു. അതിന് മുകളിലാണ് നമ്മൾ മാർക്കർ ഉപയോഗിച്ച് വരച്ചത് കേട്ടോ. എന്നിട്ട് അവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഇല അങ്ങ് വരച്ചു. ആദ്യം പെൻസിൽ ഉപയോഗിച്ച് വരച്ച് അതിന് മുകളിൽ പെൻ വെച്ച് വരയ്ക്കാട്ടോ ചെയ്തേ. തെറ്റരുതല്ലോ. അതിനുശേഷം നമ്മൾ ആ ഇലക്കെല്ലാം ഒരു ഗ്രീൻ കളർ അടിച്ചു കേട്ടോ. ആദ്യം ലൈറ്റ് കളറായിട്ടാണ് അടിച്ചേ. എന്നിട്ട് അതിൻ്റെ സൈഡ് മാത്രം ഇത്തിരി ഡാർക്ക് കളറാക്കി. ഒരു ഭംഗിയിരിക്കട്ടെ എന്ന്. അങ്ങനെ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അടുത്ത പണി ഇലയ്ക്ക് നടുക്ക് ചെറിയ വരകൾ ഇടുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു ബ്ലാക്ക് പെന്നെടുത്ത് നമ്മളെല്ലാ ഇലയുടെയും നടുക്കായിട്ട് വരയിടാൻ തുടങ്ങി കേട്ടോ. ഇലയായിട്ട് തോന്നണ്ടേ, അതിനു വേണ്ടി. അങ്ങനെ എല്ലാ ഇലയിലും നമ്മൾ ബ്ലാക്ക് പെൻ ഉപയോഗിച്ച് വരയിട്ടു കേട്ടോ. ഇനി അടുത്തതായിട്ട് വരയ്ക്കുന്നതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ലൈൻസായിട്ട് അങ്ങ് വരച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് വരയ്ക്കുമ്പം കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഈ വര കഴിയുമ്പം മനസ്സിലാവും. പിന്നെ നമുക്കിത്തിരി സമയമെടുക്കും. എന്നാലും വരച്ചു തുടങ്ങിയ സമയം പോകുന്നൊന്നും അറിയില്ലടോ. നമ്മളത് വരച്ച് വരച്ച് അങ്ങ് കംപ്ലീറ്റ് ആക്കും. അങ്ങനെ ഞാനും അങ്ങ് വരച്ചു തുടങ്ങി കേട്ടോ. വരച്ചു തുടങ്ങിയാൽ പിന്നെ അതങ്ങ് കംപ്ലീറ്റ് ചെയ്യാതെ മനസ്സിനൊരു സ്വസ്ഥതയില്ല. അങ്ങനെ നമ്മൾ എല്ലാ ഇലകൾക്കിടയിലും ലൈൻസ് വരയ്ക്കാൻ തുടങ്ങി കേട്ടോ. വീഡിയോ ഇത്തിരി ലെങ്ത് ആയതുകൊണ്ടാണ് ഫുള്ളായിട്ട് വരയ്ക്കുന്നത് ഞാൻ കാണിക്കാഞ്ഞത് കേട്ടോ. എന്തായാലും നമ്മൾ എല്ലാ ഇലയുടെ ആ ക്യാപ്പിലും അങ്ങനെ ലൈൻസ് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അടുത്ത പണിയെന്ന് പറയുന്നത് ആ ഇലകളും അതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് ഡാർക്കറാക്കുക എന്നുള്ളതായിരുന്നു. വേറൊന്നുമല്ല, ഒരു ഫിനിഷിങ്ങിനെ. നമ്മളിങ്ങനെ വരയ്ക്കുമ്പം കുറച്ച് ഫിനിഷിങ് കുറവൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ഇങ്ങനെ ഡാർക്കറാക്കി കൊടുക്കുമ്പം അതങ്ങ് കംപ്ലീറ്റ് ആയിട്ട് വരും കേട്ടോ. അതിനാണ് നമ്മളിങ്ങനെ അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ഡാർക്കറാക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ഇലയും ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് ഫിനിഷിങ് ആക്കി എടുത്തു കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ വരച്ച പിക്കിൽ ശ്രദ്ധിച്ചാൽ അറിയാം, അതിൻ്റെ അപ്പുറത്ത് ഒരു ആശാനിരുന്ന് ഓടുന്നുണ്ട്. എൻ്റെ വര നോക്കുന്നു, ആളോടുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നി കേട്ടോ. ഇന്നലത്തെ വീഡിയോയിലും ഇയാളുണ്ടായിരുന്നു. പിന്നെ അങ്കത്തട്ടിലേക്ക് വന്നപ്പം ഇയാളെ എടുത്തില്ല കേട്ടോ. അങ്ങനെ ഇന്ന് എൻ്റെ കൂടെ അങ്ങ് ഇയാളെയും കൂട്ടി. ഇപ്പം കാണാനില്ല, അവിടെ എവിടെയോ ഒളിച്ചിരിക്കുവാന്ന് തോന്നുന്നു. ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ആ കിടക്കുന്ന മീൻകുട്ടനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വര അവസാനിക്കാറായിട്ടോ. പെന്നുപയോഗിച്ച് നമ്മളെല്ലാ സൈഡും അങ്ങ് ഡാർക്കറാക്കി കൊടുത്തു തുടങ്ങി. പിന്നെ ഇങ്ങനത്തെ പടങ്ങൾ വരയ്ക്കുമ്പം എന്താണെന്നറിയില്ല, മനസ്സിനൊരു സന്തോഷമാണ്. ഇന്നലത്തെ വര കഴിഞ്ഞപ്പോഴേ ഇന്നത്തേക്ക് വരയ്ക്കാനുള്ളത് ഞാൻ കണ്ടുപിടിച്ച് വെച്ചായിരുന്നു കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഓരോ വര കഴിയുമ്പോഴും നമുക്ക് അടുത്തതെന്ത് വരയ്ക്കണം എന്നുള്ള ആ ഒരു ചിന്ത വരും. അങ്ങനെ ഒരെണ്ണം കഴിഞ്ഞപ്പോഴേ നാളത്തേക്ക് വരയ്ക്കാനുള്ളത് ഞാനങ്ങ് തപ്പലായി. തപ്പി കണ്ടുപിടിച്ചു കേട്ടോ. അങ്ങനെയാണ് ഇത് കണ്ണിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടത്. വരച്ചു നോക്കാമെന്ന് ഞാനും അങ്ങ് കരുതി. ആദ്യത്തെ വര ഒന്ന് തെറ്റിയെങ്കിലും രണ്ടാമത്തേൽ ഞാനതങ്ങ് ശരിയാക്കിയെടുത്തു. പിന്നെ ആദ്യത്തെ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലെന്നേ ഉള്ളൂ. അങ്ങനെ പേന ഉപയോഗിച്ച് ചെയ്തത് നമ്മൾ ഒന്നുകൂടി പെൻസിൽ ഉപയോഗിച്ച് ഡാർക്കറാക്കിയിട്ടോ. വേറെ ഒന്നുമല്ല, ഒരു 3D എഫക്റ്റ് കിട്ടാനേ. 3D എഫക്റ്റ് കിട്ടിയോ ഇല്ലയോ എന്ന് അവസാനം ആ പിക്ക് കണ്ടു കഴിയുമ്പം നിങ്ങളൊന്ന് പറയണേ. ഇന്ന് ഞാൻ വരച്ചത് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് അഭിപ്രായം പറയണം. കാരണം എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി. നിങ്ങൾക്ക് എന്താ തോന്നിയെന്നറിയാം.